പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിളിച്ച അപേക്ഷ നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും കൊണ്ട് നിറയാൻ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ, ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാ ദൈവമേ, ഞാൻ ഒന്നിച്ചേർന്ന് അല്ലെങ്കിൽ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 48-ാം തിരുവാക്യം. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു രാജസേവകൻ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മകൻ മരിക്കും മുമ്പേ നീ വന്ന് അവനെ സുഖപ്പെടുത്തണമെന്ന്. ഇത് കേട്ട് യേശു പറഞ്ഞു, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. നമ്മൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലെങ്കിൽ പോലും യേശുവിൽ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, വചനത്തിൽ അടിയുറച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ആ രാജസേവകൻ യേശു പറഞ്ഞ വചനം കേട്ട് വീട്ടിലേക്ക് മടങ്ങി. യേശു പറഞ്ഞ വചനം അവൻ വിശ്വസിച്ചു. ഇതുപോലെ തന്നെ നമ്മളും വിശ്വസിക്കണം. ആ വിശ്വാസം അവന് സൗഖ്യമായി കാണപ്പെട്ടു. യേശു പറഞ്ഞ ആ നിമിഷം തന്നെ അവൻ്റെ മകൻ സൗഖ്യപ്പെട്ടു. ഇതുപോലെ തന്നെ യേശുവിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം. യേശു പറഞ്ഞ വചനം അതേപടി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാൻ പറ്റും. ഒരിക്കലും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. അത് നമ്മളെ തേടി വരും. വചനത്തിൽ വിശ്വസിക്കണം, വചനത്തിൽ അടിയുറച്ച് നിൽക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവ് നിറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കരുണയായിരിക്കണം. ഈശോയെ, ഇന്ന് ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറയ്ക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെ മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈശോ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ, നന്ദി പറയാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.